എമ്പുരാൻ ഇറങ്ങി 24 മണിക്കൂർ മുൻപ് തുടങ്ങിയ വിവാദമാണ്. സിനിമയിൽ ഹിന്ദുക്കളെ താഴ്ത്തിക്കെട്ടുന്നു എന്ന് പറഞ്ഞാണ് സിനിമ കത്തിക്കാൻ BJP-ക്കാർ ഇറങ്ങിയത്. ഇപ്പോൾ ഇതാ പുതിയൊരു പ്രഖ്യാപനം കൂടി BJP-യിൽ നിന്നും വന്നിട്ടുണ്ട്. എമ്പുരാൻ ഇന്ത്യ ഭരിക്കുന്നവരെ അപകീർത്തിപ്പെടുത്തുന്ന സിനിമയാണെന്നും മോഹൻലാലിന്റെ ലഫ്റ്റനന്റ് കേണൽ പദവി തിരികെ വാങ്ങണമെന്നും പറഞ്ഞാണ് BJP ദേശീയ കൗൺസിൽ അംഗം C രഘുനാഥ് രംഗത്ത് വന്നിരിക്കുന്നത്. ലഫ്റ്റനന്റ് കേണൽ പദവി ഒഴിവാക്കാൻ കോടതിയിൽ പോകുമെന്നാണ് BJP നേതാവ് പറയുന്നത്. എമ്പുരാൻ സിനിമയ്ക്കെതിരെ വിമർശനങ്ങൾ ശക്തമാവുന്നതിനിടെയാണ് രഘുനാഥിന്റെ വിമർശനം. ഇനിയിപ്പോ എന്ത് ചെയ്യും? മോഹൻലാൽ തൂങ്ങിയത് തന്നെ. കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്നവരെ അപഹസിക്കുന്ന സിനിമ ലാൽ അറിയാതെ ചെയ്തതെന്ന് കരുതുന്നില്ലെന്നും എമ്പുരാന് മുടക്കിയ കോടികളിൽ വിദേശ ഫണ്ട് ഉണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും സെൻസർ ബോർഡിലുള്ളവർ കൃത്യമായ പരിശോധന നടത്തിയില്ലെന്നും C രഘുനാഥ് വിമർശിക്കുകയുണ്ടായി. അതേസമയം വിമർശനങ്ങൾക്കിടെ മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എമ്പുരാന്റെ സെൻസർ വിവരങ്ങൾ പുറത്തു വന്നു. സിനിമയ്ക്ക് സെൻസർ ബോർഡ് നൽകിയത് 2 കട്ടുകളാണെന്ന് പുറത്തു വന്ന രേഖകളിലുണ്ട്. സ്ത്രീകൾക്കെതിരായ അക്രമ ദൃശ്യങ്ങളുടെ ദൈർഘ്യം കുറച്ചതും ദേശീയ പതാകയെ കുറിച്ചുള്ള പരാമർശത്തിലുമാണ് കട്ട് നൽകിയത്. എനിക്ക് മനസ്സിലാവാത്തത് അതല്ല, സംഘപരിവാർ ഇന്ത്യയിൽ കാണിച്ച അക്രമത്തെ ഉയർത്തിക്കാട്ടിയാണ് എമ്പുരാൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. അതിലെ ശരിയും തെറ്റും അവിടെ നിൽക്കട്ടെ, അതിൽ പാർട്ടിക്കും പാർട്ടിയിലുള്ളവർക്കുമുള്ള കലിപ്പ് മനസ്സിലാക്കാം. അത് അവരുടെ അന്നം മുടക്കുന്ന കാര്യമാണല്ലോ. പക്ഷേ അതിന്റെ പേര് രാജ്യം ആദരപൂർവ്വം നൽകിയ കേണൽ പദവി എടുത്ത് മാറ്റണമെന്നൊക്കെ പറയാൻ ഇന്ത്യ എന്താ BJP-യുടെ കുടുംബ സ്വത്താണോ? എതിർത്ത് കേൾക്കുന്ന ശബ്ദമെല്ലാം അടിച്ചമർത്താൻ തുടങ്ങിയാൽ ഇത് ഇന്ത്യയാണെന്നും ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണെന്നും ഉള്ളതെല്ലാം മാറ്റി വെക്കേണ്ടി വരും സുഹൃത്തെ. എതിർക്കുന്നവരെ തോൽപ്പിക്കേണ്ടത് ചെറ്റത്തരം കാണിച്ചിട്ടല്ല, തന്റെ ദൗത്യം പൂർത്തിയാക്കിയിട്ടാണ്. 47-ന് ശേഷം ഇന്ത്യ എടുത്ത ഏറ്റവും മണ്ടൻ തീരുമാനങ്ങളിൽ ഒന്നാണ് നിങ്ങളുടെ ഭരണം. അല്ലെങ്കിൽ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസിന് കഴിവില്ലായ്മ എന്ന് വേണമെങ്കിൽ പറയാം. ആ അല്പത്തരത്തിന്മേൽ കയറി ഇരുന്ന് ചരട് വലിക്കുമ്പോൾ ഇതൊക്കെ മറന്നു പോകുന്നത് സ്വാഭാവികമാണ്. ഇങ്ങനെയാണ് പോക്കെങ്കിൽ ജനം നിങ്ങളെ വലിച്ചു പുറത്തിടുന്ന കാലം തീരെ വിദൂരമല്ല. ജനങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ കൂടി കത്തിവെക്കുന്ന ഈ നിലപാട് BJP-ക്ക് ദോഷം മാത്രമേ ചെയ്യൂ. സത്യം പറഞ്ഞാൽ പിണറായി വിജയനാണ് ഇതിനെല്ലാം കാരണക്കാരൻ. ഇത്രയൊക്കെ കേട്ടപ്പോൾ ആരാണ് ഈ രഘുനാഥ് എന്ന് ചുമ്മാ ഒന്ന് ഗൂഗിൾ ചെയ്തപ്പോഴാണ് മനസ്സിലായത്, കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെതിരെ ധർമ്മടത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് തോറ്റ് കണ്ടം വഴി ഓടിയ ആളാണെന്ന്. പിന്നെ അവിടെ നിന്നും BJP-യിൽ എത്തി മൂർത്തിയേക്കാൾ വലിയ ശാന്തിയായ ആളാണെന്ന്. അന്ന് പിണറായി ഇയാളോടൊന്ന് തോറ്റു കൊടുത്തിരുന്നുവെങ്കിൽ അദ്ദേഹം ഇന്ന് MLA ആയേനെ. അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷെ BJP-യിൽ പോകുമായിരുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ BJP മോഹൻലാലിനെതിരെ കോടതിയിൽ പോകുന്നുണ്ട് എങ്കിൽ അതിന്റെ മൂല കാരണം പിണറായി വിജയൻ തന്നെയാണെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റും. അല്ല പിന്നെ.